നമസ്കാരം. ബോബി ചെമ്മണ്ണൂർ 5 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തേക്ക് വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടമാണ് ബോബി ചെമ്മണ്ണൂരിനെ കാത്തു നിൽക്കുന്നത്. അതായത് ബോബിയുടെ ഗ്രാഫ് കുതിച്ചു കയറുന്നു. അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ഗ്രാഫ്, ജന പിന്തുണയുടെ ഗ്രാഫ് കുതിച്ചു കയറുന്നതാണ് കാണുന്നത്. കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു കുറ്റവാളിയായിട്ടാണ് പോകുന്നത്, പ്രതിയായിട്ടാണ് പോകുന്നത്. ഒരു പെൺകുട്ടിയെ അപമാനിച്ച കേസിലാണ് പ്രതിയായിട്ടാണ് പോകുന്നത്. അത്തരത്തിലൊരു പ്രതിക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത്? അതും വനിതകൾ, വലിയ ഒരു സ്ത്രീകളടങ്ങിയ വലിയൊരു ജനക്കൂട്ടം, നൂറുകണക്കിന് ആൾക്കാരുടെ ഒരു പിന്തുണയാണ് ബോബി ചെമ്മണ്ണൂരിന് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇവിടെയാണ് ഹണി റോസിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്. ഹണി റോസ് അപമാനിക്കപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഹണി റോസിന് അപമാനിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ പരാതി കൊടുത്തത്. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ ബോബി ചെമ്മണ്ണൂരിനോട് പ്രതിയെ ചേർത്തുകൊണ്ട് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഹണി റോസ് പരാതി കൊടുത്ത സമയവും അതിന്റെ ബാക്കിയുള്ള സന്ദർഭങ്ങളും ഹണി റോസിന് എതിരായി ഭവിച്ചു എന്നതാണ് വസ്തുത. 5 മാസത്തോളം മുമ്പാണ് ഈ പരാതിയിൽ പറയുന്ന സംഭവം നടക്കുന്നത്. അന്ന് അതേ സംബന്ധിച്ച് വേദിയിൽ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തു. ഒരുപക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സമയം മുതൽ വേദിയിൽ നിന്ന് അല്പം അകലം പാലിക്കണമായിരുന്നു. അത് ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ ചെയ്തതുപോലെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സംസാരം, ഒരു വാണിംഗ് അത് കൊടുത്തുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പരാതി പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കഥ മാറിയനെ. ബോബി ചെമ്മണ്ണൂരിന് ഒരുപക്ഷെ വലിയ ഒരു ഇടിവ് ലഭിച്ചേനെ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഹണി റോസിന് വലിയ ജനപിന്തുണ ലഭിച്ചേനെ. ഇവിടെ 5 മാസത്തിന് ശേഷം ഒരു പരാതി കൊടുക്കുമ്പോൾ കേവലം ഒരു വാക്കിന്റെ, ഒരു തമാശയുടെ പേരിൽ ഇത്രയും ഒരു വലിയ ശിക്ഷ ഒരു വ്യാപാരിക്ക്, ഒരു കച്ചവടക്കാരന്, സമൂഹത്തിൽ ഒരുപാട് നന്മ ചെയ്യുന്ന, ഒരുപാട് പേർക്ക് ജീവനോപാധിയായിട്ടുള്ള, ഒരുപാട് പേർക്ക് അത്താണിയായിട്ടുള്ള ഒരാളെ ഈ ഒരു തമാശയുടെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ജനസമൂഹം എതിർ നിൽക്കും എന്ന് ചിന്തിക്കണമായിരുന്നു. പ്രത്യേകിച്ച് രണ്ടുപേരും ഒരു സെലിബ്രിറ്റി ലുക്കാണ്. രണ്ടുപേരും സെലിബ്രിറ്റികളാണ്, ലുക്ക് മാത്രമല്ല സെലിബ്രിറ്റികളാണ്. അപ്പോൾ ആ സെലിബ്രിറ്റികൾ ചില കാര്യങ്ങളിൽ മിതവ്യയം പാലിക്കണം. അവരുടെ വിമർശനത്തിൽ, അവരുടെ മറ്റ് കാര്യങ്ങളിലൊക്കെ അവർ സോഷ്യൽ ഓഡിറ്റിന് എപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കും എന്നത് ഉൾക്കൊള്ളണമായിരുന്നു, മനസ്സിലാക്കണമായിരുന്നു. ചാനലുകൾ പലതും പറയും, പക്ഷെ അതുപോലെ അല്ല ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അവർ ഇറങ്ങി നടക്കാൻ വലിയ പ്രയാസമാണ്. ഒന്ന് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അവരെ ചുറ്റും ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ ആൾക്കാർ കൂടും. അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അവരെ കാണാനാണ്, അവരെ ഒന്ന് തൊടാനാണ്. എന്നാൽ സാധാരണക്കാരൻ പോയാൽ അങ്ങനെ ആൾ കൂടുമോ? ഇല്ല. അപ്പോൾ അവരൊരു പൊതു സ്വത്തായി മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി സ്ത്രീകളടങ്ങിയ, പെൺകുട്ടികളടങ്ങിയ നൂറുകണക്കിന് ആൾക്കാരുടെ വലിയ ജനക്കൂട്ടം കാത്തുനിന്നത്. മീഡിയ വണ്ണിന്റെ ഒരു റിപ്പോർട്ടിൽ ബോബി ചെമ്മണ്ണൂരിനെ കാത്തുനിന്ന ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ഇതിൽ പ്രകാരം ഞങ്ങൾക്ക് അത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനി ഇട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ. കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം, നമുക്കിപ്പോൾ ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന, നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഇന്ന് എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. ഹണി റോസിന്റെ പരാതിയും ബോബിയുടെ അറസ്റ്റും വിലയിരുത്തി കഴിഞ്ഞാൽ പൊതുവികാരത്തിലും ഇത് പ്രതിഫലിക്കുന്നത് കാണാം. ഇവിടെ ഹണി റോസിന്റെ പരാതി സത്യസന്ധമാണ്. പക്ഷേ അതിനേക്കാൾ മുൻതൂക്കം ജനം കൊടുക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ അറസ്റ്റിലാണ്, അദ്ദേഹത്തിന്റെ പിന്തുണയിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ നോക്കൂ, ഒരു വഷളനും ഒരു ആഭാസനും ഒരു സാമൂഹ്യദ്രോഹിയുമായിട്ടുള്ള ഒരു വ്യക്തി സ്ത്രീകളെ ഒരു നിലയ്ക്കും മാന്യമായി സംബോധന ചെയ്യാനോ മാന്യമായി പക്വമായി സംസാരിക്കാനോ അറിയാത്ത ഒരു വഷളനെ ഇത്രയധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തിനാണ്? അദ്ദേഹത്തോട് സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജനം വട്ടം കൂടുന്നത് എന്താണ്? 100 കണക്കിന് പേർ വട്ടം കൂടുന്നത് എന്തിനാണ്?
ഇവിടെ ആ പെൺകുട്ടിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ ഇത്രയധികം വൈകിയത്? എന്തിനാണ് പരാതി ഉണ്ടായിട്ടും ഇതിങ്ങനെ അകലം പാലിക്കാതെ വീണ്ടും ചേർന്ന് നിന്നത്? ഈ ചോദ്യം പ്രസക്തിയുള്ളതല്ലേ? ചോദിക്കുന്നത് അവരെ പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ്. സത്യത്തിൽ ബോബി ചെമ്മണ്ണൂർ അന്ന് സംസാരിച്ച സമയത്ത് ആ ഒരു മാപ്പിൽ ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഒരു മാപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കാം എന്നതിൽ വെച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഹണി റോസിനും ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിനും ബോബി ചെമ്മണ്ണൂരും നന്നായനെ, ഹണി റോസിനും ഒരു ഗ്രാഫ് ഉയർന്നേനെ. ഒരു പക്വമായ ഒരു മനസ്സിന്റെ ഉടമ എന്ന നിലയിൽ അവരുടെ സിനിമാ ജീവിതത്തിനും പിന്നീടുള്ള ഉദ്ഘാടനത്തിനും ഒക്കെ ഒരു മെച്ചമുണ്ടായേനെ എന്നാണ് തോന്നുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലും മറ്റും വളരെ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ രംഗത്ത് വന്നു. ഇവിടെ രാഹുൽ ഈശ്വരന്റെ ഒരൊറ്റ സംസാരം, ആ ഒരു സംസാരം കൊണ്ട് കഥയാകെ മാറിയത് നമ്മൾ കണ്ടു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞ ശേഷം രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോയുണ്ട്. ആ വീഡിയോയിലുള്ള ചില വാചകങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതാണ്. ബോച്ചെ ഒരു മാവറിക് ആണ്. ഒരർത്ഥത്തിൽ കേരളത്തിന്റെ ഈലോൺ മസ്ക് ആണ് ബോച്ചെ. ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് രക്തദാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഓർക്കണം, ലോകത്ത് 193-194 രാജ്യങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് മനുഷ്യരെ പ്രേരിപ്പിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ മനുഷ്യനാണ്. 100 കണക്കിന് 1000 ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു. 10,000-ഓളം ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കി. അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അവരുടെ കുട്ടികളെ രക്ഷിക്കൽ തുടങ്ങിയ കാര്യം ഉണ്ടാക്കി. അതൊന്നും പറഞ്ഞ് ബോച്ചെ ഈ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല. ബോച്ചെ പറഞ്ഞത് തെറ്റാണ്. എന്നാൽ ബോച്ചെ ചെയ്ത ഇത്രയും കാലത്തെ നല്ല കാര്യങ്ങൾ, ഒരു 1/4 നൂറ്റാണ്ടിലേറെയായി 10-30 വർഷമായി നമ്മുടെ പൊതുസമൂഹത്തിന്റെ മണ്ഡലത്തിൽ ബോച്ചെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഇതുകൊണ്ടങ്ങ് മറച്ചു പിടിക്കണം. ബോച്ചെ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു തെറ്റിനെ ന്യായീകരിക്കരുത്. എന്നാൽ ബോച്ചെ ചെയ്ത ഒരു തെറ്റിനെ കൊണ്ട് ഈ 30 വർഷം 40 വർഷത്തെ ബോച്ചയുടെ പൊതുജീവിതം, നാട്ടുകാർക്ക് നന്മ ചെയ്ത കാര്യങ്ങൾ നമ്മളങ്ങ് മറക്കണോ? അല്ലെങ്കിൽ അങ്ങ് മറച്ചു വെക്കണോ? അതൊന്നും വേണ്ട. ഇതാണ് ജനവികാരം, പൊതുവികാരം എന്ന് പറയുന്നത്. എപ്പോഴും ജനങ്ങൾക്കൊപ്പം ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ബ്ലഡ് ബാങ്ക് വ്യാജമാണെന്നും അത് തട്ടിപ്പാണ് എന്നും പറയുന്നവരുണ്ട്. ആയിക്കോട്ടെ, സമ്മതിച്ചു. രക്തദാനത്തിന് വേണ്ടി ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാകുകയും ആ ഗ്രൂപ്പുകളിലൂടെ ജീവരക്തം നൽകാൻ ധാരാളം പേർ തയ്യാറായി വരികയും ചെയ്തത് ബോബി ചെമ്മണ്ണൂരിന്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് ഇത്രയധികം ഒരു ഏകോപനം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതുപോലെ മറ്റ് പലയിടങ്ങളിലും അബ്ദുൾ റഹീമിന്റെ കാര്യമായാലും വയനാടിന്റെ കാര്യമായാലും ഒക്കെ സത്യത്തിൽ ഹണി റോസിന് ഒരു വലിയ തളർച്ച ഉണ്ടായത് അതുകൊണ്ടാണ്. വളരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഹണി റോസ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നില്ല. അത് രാഹുൽ ഈശ്വറിന് കൊടുത്തിട്ടുള്ള കത്ത് പോലെ അവർ ഇനി മാനസികമായി സമ്മർദ്ദത്തിലായതാണോ, അതോ ഉദ്ഘാടനങ്ങളോ മറ്റോ ലഭിക്കില്ല എന്നുള്ളൊരു തോന്നലാണോ, തനിക്ക് പഴയതുപോലെ ഇനി ആക്റ്റീവ് ആകാൻ കഴിയില്ല എന്നുള്ള തോന്നൽ വന്നിട്ടാണോ എന്നറിയില്ല. രണ്ടായാലും ഉദ്ഘാടന പരിപാടികൾ ഇനി പഴയതുപോലെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് തോന്നുന്നത്. കാരണം അത് മറ്റുള്ള ഉദ്ഘാടനത്തിന് വിളിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, അവർ ഭയക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ഹണി റോസ് അവിടെ ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ ഈ ബോബി ഫാൻസോ അല്ലെങ്കിൽ അവരുടെ ഈ നിലപാട്, ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്തിട്ടുള്ള നിലപാടിനെ പ്രതികൂലിക്കുന്നവരോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും അപവാദങ്ങളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ സ്വാഭാവികമായും ആ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സ്ഥാപനത്തെയും അതിന്റെ ഉടമകളെയും അത് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയമുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ മടിക്കും. ഒരുപക്ഷെ ആ ഭയമായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ഉദ്ഘാടനമാണ് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. പ്രധാനമായും സിനിമയിൽ അത്രയധികം ഒരു വലിയ ഒരു സ്ഥാനമൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുള്ള റൈച്ചൽ എന്ന സിനിമയിൽ വളരെ നല്ല വേഷമാണ്, മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നു. നല്ലത്, അത് അവർക്ക് അത്തരത്തിലുള്ള ഒരു വലിയ ഭാവി സിനിമയിൽ ഉണ്ടാകട്ടെ. പക്ഷേ വലിയൊരു വിഭാഗം ഇപ്പോൾ തന്നെ ആ സിനിമയ്ക്കെതിരെ പോലും വന്നിട്ടുണ്ട്. ഈ ഒരു നായിക എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നടി എന്ന നിലയിൽ അവർക്കുള്ള പിന്തുണ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ മനോവിഷമത്തിന് ഒരുപക്ഷെ കാരണമായേക്കാം. രണ്ടായാലും ബോബി ചെമ്മണ്ണൂരിനുള്ള ജനപിന്തുണ കൂടിയിട്ടുണ്ട്. അവരുടെ ആരാധക വൃന്ദങ്ങളുടെ അല്ലെങ്കിൽ പിന്തുണയുടെ ഗ്രാഫ് വളരെ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. Different angles. Don't forget to subscribe and support this channel.